السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا ودبا كاملا. رب تمم بالخير والسعادة. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. اللهم اجعل صباحنا صباحا مباركا يا أرحم الراحمين. اللهم انجنا من المشاكل من أي جهة وأي وقت وأي مكان من أي شخص كانت يا أرحم الراحمين. اللهم وفقنا لخدمة دينك الإسلام بفضلك يا أرحم الراحمين. ബഹുമാനമുള്ള ഫിഖ് മസല ക്ലാസ് റൂം, അതുപോലെ സുആൽ ജവാബ്, പുല്ലാറ ഹിദായ കൂട്ടായ്മ, ഇസ്ലാമിക് സെന്റർ, അതുപോലെ അബൌട്ട് ഇസ്ലാം, അതുപോലെ ഇസ്ലാമിക് ഉള്ളി ഗ്രൂപ്പ്, ഖുർആൻ ഹദീസ് പഠനവേദി, പ്രത്യേകിച്ച് സുആൽ ജവാബിലെ 7ഓളം വരുന്ന വനിതാ ഗ്രൂപ്പുകൾ, എല്ലാവരെയും വളരെ ആദരപൂർവ്വം കാണുന്നു. നമ്മുടെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നടത്തി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അതായത് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് നാം സംസാരിച്ചു വന്നത്. അതില് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിലെ അവസാന ഭാഗം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് മുതൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ വരെ പാരായണം ചെയ്യൽ നമുക്ക് പ്രത്യേക സുന്നത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ആയത്തുകളുടെ അർത്ഥതലങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇന്നലെ പറഞ്ഞതുപോലെ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയം, ഇവിടെ മറ്റൊരു വശം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇരുളടഞ്ഞ ഒരു രീതിയിൽ നിന്ന് അജ്ഞതയിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു വശം നമ്മുടെ ഉറക്കവും ഉണർവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയും. മനുഷ്യൻ എവിടെയാണ് പിടിച്ചു നിൽക്കേണ്ടത്, ഉണരുന്നതോട് കൂടെ തന്നെ ഞാൻ എവിടെയാണ് പിൻപറ്റേണ്ടത്, ഏത് ആശയമാണ് സ്വീകരിക്കേണ്ടത്, ഏത് വിളിയാളത്തിന്റെ പിന്നിലാണ് ഞാൻ ഉറച്ചു നിൽക്കേണ്ടത് എന്ന ഒരു വലിയ ബോധം അവന്റെ മനസ്സിലേക്ക് അവൻ വരുത്തേണ്ടതുണ്ട്. അത് ഈ പരിശുദ്ധമായ വചനങ്ങൾ നാം പാരായണം ചെയ്യുന്നതിലൂടെ അതിന്റെ ശക്തി നമുക്ക് കിട്ടും. അതായത് പല പ്രഖ്യാപനങ്ങളും പല വിളിയാളങ്ങളും പലതും കേൾക്കാൻ പോവുകയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ. അങ്ങനെ കുറെ കാര്യങ്ങൾ അത് ശരിയാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് ശരിയാണ്. പല ഭാഗങ്ങളിലും യഥാർത്ഥ ആശയത്തെയും സത്യത്തിനെയും സത്യസരണിയെയും വിശദമായി വിഖിലമാക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ കാതോരങ്ങളിലേക്കും നമ്മുടെ മസ്തിഷ്കത്തിലേക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നാം ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ പലതും കേൾക്കാനിരിക്കുന്ന ഒരു രംഗം നമ്മിലേക്ക് അടുക്കുന്നു, നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ. അപ്പൊ യഥാർത്ഥത്തില് ഒരു ജഹാലത്തിൽ നിന്നും ഒരു എൽമിയത്തിലേക്കുള്ള ഒരു തുറവ് ആണ് ആ ഉറക്കം നിന്നുള്ള ഉണർവ്. അതൊക്കെ നമുക്ക് പാഠം നൽകുകയാണ്. മനുഷ്യൻ ഒരു അന്ധലോകത്താണെങ്കിൽ ഇപ്പോൾ അത് അന്ധമല്ലാത്തൊരു ലോകത്തേക്ക് അവൻ വന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഉറക്ക് ഉണർവ് മതി. ആ ഉറക്കിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ അവൻ അതുവരെ കേൾക്കാതെ കടന്നിരുന്നു. നമ്മുടെ കാതോരങ്ങളിൽ ഒന്നും കേൾക്കാതെ നാം നിശ്ചലമായി കൊണ്ടിരുന്നപ്പോൾ ഉണർന്നപ്പോൾ എന്തോ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ അത് എന്ത് കേൾക്കണം, ഏതാണ് കേൾക്കേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, പിന്നെ എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്, അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, ആ കിട്ടുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്. ആ അടിയുറച്ചു നിൽക്കാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടാവും. അതായത് പല വിളിയാളങ്ങളും കേട്ടുകൊണ്ടിരിക്കാൻ, ആ കേൾക്കാനുള്ള സൗകര്യമായ രീതിയിൽ നാം ഇവിടെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഏത് വിളിയാളം എന്റെ മനസ്സിൽ ഞാൻ തട്ടി നിർത്തണം, അവിടെ കെട്ടി നിർത്തണം, ഞാൻ എന്റെ ചിന്താമണ്ഡലത്തെ തിരിക്കപ്പെടേണ്ടുന്ന ശബ്ദം ഏതാണ് എന്നതിലേക്കുള്ള ഒരു അറിവ് നാം കരസ്ഥമാക്കാനുള്ള ഏറ്റവും ഫറാഗുള്ള ഒരു ടൈം അത് ഉറക്കിൽ നിന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ അത് ചിന്തിക്കണം. അതിന് ഈ പരിശുദ്ധമായ വചനങ്ങൾ ഇങ്ങനെ ഓതുകയും അപ്പോൾ തന്നെ മനസ്സിൽ തട്ടുകയും വേണം. അതായത് പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം
പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമാണ്, മുഹമ്മദ് നബിയുമാണ്. ആ വിളിയാളമാണ് ഞാൻ എൻ്റെ മനസ്സിൽ തളം കെട്ടി നിർത്തേണ്ടത്. അതിനാണ് ഞാൻ ഒരുങ്ങേണ്ടത് എന്ന ഒരു ഓർമ്മ ഉണ്ടാക്കാൻ ഈ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ തന്നെ പ്രവാചകനുമായിട്ടുള്ള അമേധ്യമായ ബന്ധം അവിടെ സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ തന്നെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള അമേധ്യമായ ബന്ധം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഉറക്കിൽ നിന്നുള്ള ഉണർവ് വളരെ സുന്ദരവുമായി, നമ്മുടെ ഉറക്കിൽ നിന്നുള്ള ഉണർവ് വളരെ സുന്ദരമായി. ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല. അപ്പോൾ നമുക്ക് ആ ജഹാലത്തായിരുന്ന അജ്ഞതയിൽ നിന്നും വിജ്ഞാന വെളിച്ചത്തിലേക്കുള്ള ഒരു തുറവ്. പല ശബ്ദകോലാഹലങ്ങളുടെ ഇടയിലും നാം കേട്ടനുഭവിക്കേണ്ടുന്ന ശബ്ദം എന്താണ്? ആ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നാം പിന്നെ ഏത് പ്രാർത്ഥനയിലൂടെയാണ് പോകുന്നത്? അങ്ങനെ പ്രവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ആ സമ്പത്ത് അത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനാണ് ആ ബാക്കിയുള്ള ആയത്തുകൾ നാം പാരായണം ചെയ്യുന്നത്. അതെന്താണെന്ന് നോക്കാം. അതാണ് പറഞ്ഞത്, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്ന റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ സമിഅനാ മുനാദിയൻ, ഇന്നനാ തീർച്ചയായിട്ടും ഞങ്ങൾ, സമിഅനാ ഞങ്ങൾ കേട്ടു, മുനാദിയൻ ഒരു വിളിച്ചു പറയുന്ന ആളെ. യുനാദിയ ആള് വിളിക്കുന്നു, അല്ലെ വിളിച്ചു പറയുന്ന ഒരു ഗ്രന്ഥത്തെ കേട്ടു. യുനാദിയ ഗ്രന്ഥം വിളിച്ചു പറയുന്നു എന്തിലേക്ക്? ലിൽ ഈമാനി, വിശ്വാസത്തിലേക്ക്. അൻ ആമിനൂ ബി റബ്ബിക്കും, നിങ്ങളെ പടച്ച റബ്ബിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുവിൻ. അപ്പോൾ എന്തുണ്ടായി? ഫആമന്ന ഫആമന്ന ഫആമന്ന, നമ്മൾ വിശ്വസിച്ചു. ഇപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യൻ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലും ഉറച്ചു നിന്നു. വിശ്വാസിയായിട്ട് തന്നെയാണ് നാം നേരം പുലർന്നിരിക്കുന്നത്. പിന്നെന്താണ് ചോദിക്കുന്നത്? റബ്ബന റബ്ബന. പല പല പിഴവുകളും ന്യൂനതകളും പാകപ്പിഴവുകളും അതുപോലെ തന്നെ അശ്രദ്ധകളും വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബന റബ്ബന, ഞങ്ങളെ പോറ്റുന്ന റബ്ബേ, ഞങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള കഴിവ് തന്ന റബ്ബേ, കാഴ്ച ശക്തി തന്ന റബ്ബേ, കേൾവി ശക്തി തന്ന റബ്ബേ, പല കാര്യങ്ങളും ചിന്തിക്കാനുള്ള ബുദ്ധി തന്ന റബ്ബേ, നിശ്ചലമല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് കഴിവ് തന്ന റബ്ബേ, ഫഗ്ഫിർ ലനാ, ന്യൂനതകളെയും പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും ഞങ്ങൾക്ക് നീ പുറത്തുകൊണ്ട് റബ്ബേ. ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ, തെറ്റുകളെ, കുറ്റങ്ങളെ, ന്യൂനതകളെ, വീഴ്ചകളെ പുറത്തുകൊണ്ട് റബ്ബേ. വകഫിർ അന്നാ, ഞങ്ങൾ ചെയ്ത ന്യൂനതകൾ ഞങ്ങൾ ഇന്ന് ഒഴിവാക്കണേ റബ്ബേ. സയ്യിആതിന, ഞങ്ങൾ ചെയ്ത പല തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, അത് ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റണേ റബ്ബേ. വതവഫന, നോക്കൂ, എഴുന്നേറ്റ ഉടനെ തന്നെ പ്രാർത്ഥനയാണല്ലോ ഇത്. ഈ വിളിയാളം കേട്ടുന്നു, ആ വിളിയാളത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വല്ല ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂനതകളിൽ ഞങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു പഠിപ്പിച്ച് തന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നു. അതാണല്ലോ റബ്ബന ഇന്നനാ സമിഅന. ഒന്ന് ഓതി നോക്കൂ, എന്ത് സുന്ദരമാണ് ഈ വാക്കുകൾ. അറിയാതെ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ, രാത്രിയുടെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുകയില്ലേ? പാരായണം ചെയ്യാം, ഞാനടക്കം നമുക്ക് പാരായണം ചെയ്യാം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ആരൊക്കെ ചെയ്യുന്നു എന്നത് നമുക്കറിയാൻ കഴിയണം ഇൻഷാ അല്ലാഹ്. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ മോശങ്ങളെ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണ റബ്ബേ, ഞങ്ങളിൽ നിന്ന് അകറ്റണേ റബ്ബേ. വതവഫന, അങ്ങനെ ജീവിതം ഈ വെളിയാളം കേട്ടു വിശ്വസിച്ചു, അമലുകൾ ചെയ്തു, തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടി ഇവിടുന്ന് വിട പറയുകയാണ്. വതവഫന, ഞങ്ങളെ നീ ഇവിടുന്ന് വിട പറയുന്ന സമയത്ത്, ഞങ്ങളെ വഫാത്താക്കുന്ന സമയത്ത്, ഞങ്ങളെ മരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം. അൽ-അബ്റാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കള്, അള്ളാഹുവിന്റെ മുത്തഖീങ്ങള്, അള്ളാഹുവിന്റെ ശുഹദാക്കള്, ഔലിയാക്കള്, കുത്തുബ്, ഔതാദ്, വലിയ ഇങ്ങനെയുള്ള മഹത്തുക്കളായ ഗുണകാംക്ഷികളായ ആളുകളോട് കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം ഞങ്ങളെ വഫാത്തിന് ശേഷം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വഅതിനാ മാ വഅദ്തനാ, ഞങ്ങൾക്ക് കരാർ ചെയ്തത് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞാൽ ആ കരാർ ചെയ്തത് അനുഭവിക്കാനുള്ള അവസരവും അത് അനുഭവിക്കുന്ന കൂട്ടക്കാരിലും ഞങ്ങളെ പെടുത്തണേ.
അലാ റുസുലിക, നിന്റെ പ്രവാചകന്മാർ ഇവിടെ പ്രബോധനം ചെയ്തപ്പോൾ പറഞ്ഞു ഇന്ന റഹ്മത്ത് കിട്ടാനുണ്ട്, ഇന്ന ഫദല് കിട്ടാനുണ്ട്, ഇന്ന ഖൈറുകൾ കിട്ടാനുണ്ട് എന്നൊക്കെ. ആ വഅദ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് നീ അടുപ്പിക്കണേ റബ്ബേ, ഞങ്ങളെ അതിൽ നിന്നും അകറ്റല്ല റബ്ബേ. വലാ തുഖ്സിന വലാ തുഖ്സിന വലാ തുഖ്സിന, ഞങ്ങളെ വിഷമത്തിലാക്കല്ലേ, ഞങ്ങളെ പരാജയത്തിലാക്കല്ലേ, ഞങ്ങളെ നിന്ദതയിലാക്കല്ലേ, ഞങ്ങളെ വളരെ മാനസിക ക്ലേശം അനുഭവിക്കുന്നവരിൽ പെടുത്തല്ലേ. യൗമൽ ഖിയാമ, അന്ത്യനാളില് എന്താണ് ഞങ്ങൾ ചോദിക്കുന്നത് റബ്ബേ? ഞങ്ങൾ നിന്റെ ഖളാഇൽ ഖദറിൽ, നിന്റെ തീരുമാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, അല്ലാഹുവേ നീ മീആദ് കൊണ്ട് എതിര് ചെയ്യുന്നവരല്ല. എന്തൊരു കരാറുണ്ടോ കരാറ് നടപ്പാക്കുന്നവനാണ് റബ്ബേ നീ. നോക്കൂ, ഇങ്ങനെയുള്ള പ്രാർത്ഥന പ്രവാചകന്റെ അനുയായികളോട് വിളിച്ചു പറഞ്ഞു. അവർ സ്വീകരിച്ചു, അവർ പ്രാർത്ഥിച്ചു. ഫസ്തജാബ ലഹും റബ്ബുഹും, റബ്ബ് അവർക്ക് പ്രാർത്ഥനക്ക് ഉത്തരം നൽകി. അപ്പോൾ നാമും ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ, വീണ്ടും ഈ ആയത്തോതുമ്പോൾ നമുക്കും മനസ്സിന് സമാധാനവും ശക്തിയും ആർച്ചവും കിട്ടുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും സ്വീകരിച്ചു എന്ന ശുഭബോധം, ശുഭലക്ഷണം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് ഉത്തരം നൽകി. അന്ന എങ്ങനെയാണ് ഉത്തരം നൽകാതിരിക്കുന്നത് എന്നാണ്. എങ്ങോട്ടാണ്, എങ്ങനെയാണ്? മിൻകും, നിങ്ങളിൽ നിന്ന് അമല് ചെയ്തിട്ടുള്ള ഒരാളുടെ അമലിനെയും പാഴാക്കുകയില്ല. മിൻ ദക്കരിൻ ഔ ഉൻസ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ബാദുക്കും മിൻ ബാദ്, നിങ്ങൾ ചില ആണുങ്ങൾ ചില പെണ്ണുങ്ങളിൽ നിന്നാണ്, ചില പെണ്ണുങ്ങൾ ചില ആണുങ്ങളിൽ നിന്നാണ്, ചിലരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു. അപ്പോൾ അതായത് യുദ്ധത്തിന് പോയവരുണ്ട്, പ്രയാസം അനുഭവിച്ചവരുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കിയവരുണ്ട്, അവർക്കൊന്നും ഇതില്ല. അപ്പോഴാണ് ഈ ആയത്തിന്റെ ഇറക്കമെന്ന് തഫ്സീറിൽ കാണാം. വല്ലദീന ഹാജറു, അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഹാജറു, അവർ നാട് വീടുകളൊക്കെ വിട്ടുപോയി, സമ്പത്തൊക്കെ ഒഴിവാക്കി അള്ളാഹുലേക്ക് മാറി. ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് അവരെ പുറത്തേക്കാക്കി ആട്ടിയോടിച്ചു. മക്കയിൽ നിന്ന് മദീനയ്ക്ക് പ്രവാചകൻ പോയില്ലേ. ഊദൂ ഫീ സബീലി, പിന്നെയോ പോകുന്ന വഴികളിലെല്ലാം വളരെ കഠിനമായിട്ട് പീഡനമുറകൾ അവർ ഏറ്റെടുത്തു. വഖാതലു, അവർ പരസ്പരം അങ്ങോട്ടും യുദ്ധം, അതായത് ധർമ്മസമരം ചെയ്തു. വഖുതിലൂ, അവര് അതില് കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷഹീദായവരുണ്ട് അങ്ങുമിങ്ങുമുള്ള ആ പോരാട്ടത്തിനിടയിൽ. അതുകൊണ്ട് ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം, തീർച്ചയായിട്ടും അവർ തൊട്ട് പൊറുക്കപ്പെട്ടിരിക്കുന്നു. സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ, അവരുടെ ന്യൂനതകൾ, അവരുടെ മോശങ്ങൾ. വലൗദ്ഖിലന്നഹും, തീർച്ചയായിട്ടും അവരെ പ്രവേശിപ്പിക്കപ്പെട്ടു. ജന്നാത്തിൻ തജ്രി, ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളില്. സവാബും മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്, അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമായിരിക്കുന്ന പ്രതിഫലമുണ്ട്. അപ്പൊ അവർക്കൊക്കെയും പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ അവർ മറുപടി കൊടുത്തു പരിശുദ്ധ ഖുർആനിലൂടെ. ഈ ആശയവുമാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമലുകൾ ചെയ്താൽ ആ അമലുകൾ ഒരിക്കലും നിഷ്ഫലമാവുകയില്ല എന്ന് അള്ളാഹു നമുക്ക് കണിശമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ ഖളാ ഖദറില്ലേ, പിന്നെ അമല് ചെയ്യണോ, അപ്പൊ അമല് ചെയ്യാൻ കിട്ടുമോ എന്തിനു സംശയിക്കണം? അള്ളാഹ് അത് പറഞ്ഞിരിക്കുന്നു. ഒരാണായാലും പെണ്ണായാലും ആരായിരുന്നാലും നിങ്ങളുടെ അമല് അവിടെ നിഷ്ഫലമായി പോകുന്നില്ല. അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നു. അപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അജ്ഞതയിൽ നിന്നും വെളിച്ചത്തിന്റെ വിജ്ഞാന വെളിച്ചത്തിലേക്ക് നാം കാതോർത്തു വന്നപ്പോൾ ആ വിളിയാളം കേൾക്കുകയും വിളിയാളം സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഉത്തമ ബോധത്തോടു കൂടെയാണ് നാം ഈ പരിശുദ്ധ വചനങ്ങൾ പാരായണം ചെയ്യുന്നതെങ്കിൽ ഉറപ്പല്ലേ ഈ ഹുസ്നുസ് സവാബ് നമുക്ക് കിട്ടും. നമ്മൾ അതിൽ പെടും. അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അപ്പോൾ ഈ വചനങ്ങൾ ഓതാൻ, ഈ ഖുർആനിക ആയത്തുകൾ ഓതിക്കൊണ്ട് നമുക്ക് നേരെ നമ്മളെ ഉറക്കിൽ നിന്ന് ഉയർന്ന ഉടനെ നമുക്ക് ഓതാം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ സ്പർശിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.